കഴിഞ്ഞ ദിവസം രേണു പങ്കുവച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തത് രേണുവിൻ്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു. കയ്യിൽ നിറയെ നീളത്തിൽ ബാൻഡേജുകൾ ഒട്ടിച്ചിരിക്കുകയാണ് രേണു ഇപ്പോൾ. രേണുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നാൽ സന്തോഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം രേണു ചെയ്യുന്നുണ്ട്. രേണുവിനെ സന്തോഷിക്കാൻ വേണ്ടി എന്തൊക്കെ പറ്റുമോ അതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകർ ഏറ്റെടുത്ത പോലെ തന്നെ ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഏറ്റെടുക്കുന്ന പോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വളരെയധികം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചൊരു വീഡിയോ ഉണ്ട്. അതിൽ മുടി വിഗായി വെച്ചതിന് ശേഷം രേണു അതിൽ ബാൻഡേജ് ഒക്കെ കാണിക്കാതെയും കാണിച്ചുമൊക്കെ ശ്രമിക്കുന്ന വീഡിയോ ആണിത്. തൻ്റെ കയ്യിൽ ബാൻഡേജ് ഉണ്ടെന്ന് ഒരിക്കലും തോന്നില്ല. ഒരു മുറിവിലൂടെ വേദനയിലൂടെയാണ് രേണു കടന്നു പോകുന്നതെന്നും ഞങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. അങ്ങനെ തോന്നാത്ത വണ്ണം തന്നെയാണ് രേണു പെരുമാറുന്നതും. ആ പെരുമാറ്റ രീതി തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. അത്തരത്തിൽ പെരുമാറുമ്പോൾ രേണുവിനെ സംബന്ധിച്ച് യാതൊരു ദുഃഖവും ഇല്ലാത്ത പോലെ തോന്നും. അത് കാണുമ്പോൾ ഞങ്ങൾക്കും ഒരു സന്തോഷം. രേണുവിൻ്റെ ആരാധകരായ ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ധാരാളമായി തോന്നുകയും ചെയ്യുന്നത്. രേണുവിൻ്റെ ഈ ഒരു സ്വഭാവം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വികാരമായി തന്നെ മാറുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയോടൊപ്പം തന്നെ ആരാധകരുടെ പ്രീതിയും ഇതിനനുസരിച്ച് തന്നെ വൈറലാവുകയും ചെയ്യുന്നുവെന്ന് തന്നെ കൂട്ടിച്ചേർക്കാനും സാധിക്കും. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം തന്നെ കൃത്യമായി ഏറ്റെടുക്കുന്ന പോലെയായി ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ മനസ്സിലാക്കി തരുന്നു എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആരാധകർ തന്നെ ഇപ്പോൾ രേണുവിനെ കുറിച്ച് നല്ലത് മാത്രമാണ് പറയുന്നത്. കാരണം മുൻപ് പലരും പല മോശം കാര്യങ്ങളും രേണുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം മാറ്റി പറയുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. രേണു ഇപ്പോൾ എല്ലാവരെയും കൊണ്ട് മാറ്റി പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സത്യം. രേണുവിനെ കുറിച്ച് വിമർശനം പറഞ്ഞവർ ഒരുപാട് പേരുണ്ട്. ആ വിമർശനമൊക്കെ മാറ്റുകയാണ് പ്രേക്ഷകരുടെ മുന്നിൽ ഇപ്പോൾ. രേണു അങ്ങനെയാണ്, രേണു വേറെ രീതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ രേണു സുധി മരിച്ചതിന് ശേഷം സന്തോഷമായിട്ട് അതൊക്കെ മറന്നു ജീവിക്കുന്നു, ഇത്തരത്തിലൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അത്തരത്തിലൊന്നുമല്ല താനെന്നും, താൻ ഇതുവരെ ഒന്നും മറന്നിട്ടില്ല എന്നും, തൻ്റെ കുട്ടിക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നതെന്നും, താൻ ഇപ്പോൾ വലിയൊരു അസുഖത്തിൽ നിൽക്കുകയാണ് എന്നൊക്കെ നടി പറഞ്ഞെത്തുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് പറയാതെ പറയുന്ന കാര്യം പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ രേണുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്ന കാര്യം എന്നതുകൂടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രേണുവിനെ കുറിച്ച് അറിയുന്ന ഓരോ വാർത്തകൾക്കും വളരെയധികം പ്രാധാന്യം വർദ്ധിക്കുന്നു. രേണുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ രേണുവിൻ്റെ ഓരോ കാര്യങ്ങൾ വെറുതെ ആണെങ്കിലും പ്രേക്ഷകർ ചോദിച്ചറിയുമ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് മനസ്സ് നിറഞ്ഞു തന്നെയാണ് ചോദിക്കുന്നത്. അവർക്ക് രേണുവിനെ കുറിച്ച് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഇത്തരത്തിൽ വാർത്തകൾ കൊണ്ട് എഴുതി ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ തന്നെ കമന്റ് ബോക്സിൽ കാണുമ്പോൾ മനസ്സിലാകും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.